2026 IPL RCBയുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്തൊക്കെയെന്ന് നോക്കാം. ഇത്തവണ കപ്പ് ഡിഫെൻഡ് ചെയ്യാൻ അവർക്ക് പറ്റുമോ? RCBയുടെ സ്ട്രോങ്ങസ്റ്റ് പ്ലേയിങ് 11 ഇങ്ങനെയാവും. ഫിൽ സോൾട്ട്, വിരാട് കോഹ്ലി ഓപ്പണിംഗ്, ദേവദത്ത് പടിക്കൽ അല്ലെങ്കിൽ വെങ്കടേഷ് അയ്യർ, രജത് പട്ടിദാർ, ടിം ഡേവിഡ്, ജിതേഷ് ശർമ്മ, റൊമാരിയോ ഷെപ്പേർഡ്, കൃണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, ഹേസൽവുഡ്, സുയാ ശർമ്മ, യാഷ് ദയാൽ. ഈ 11 ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ളത്. ഇതല്ലെങ്കിൽ റൊമാരിയോ ഷെപ്പേർഡിനെ ഒഴിവാക്കി ജേക്കബ് ബദലിനെ വൺഡൌണിലേക്ക് സ്ലോട്ട് ചെയ്തും ടീം ഇറക്കാം. ഓൺ പേപ്പർ നല്ല ബാലൻസ് ഉള്ള ഒരു സൈഡാണ് RCB. അതിന്റെ റിസൾട്ട് കഴിഞ്ഞ വർഷം കാണാനും പറ്റിയിരുന്നു. സ്ട്രോങ് ആയ ബാറ്റിംഗ് ലൈനപ്പും ബാറ്റിംഗ് ഡെപ്തും ക്വാളിറ്റി പേസ് ബോളിംഗ് നിരയും ടീമിന് അവൈലബിൾ ആണ്. ചെറിയൊരു ഇംബാലൻസ് തോന്നുന്നത് സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമാണ്. കൃണാൽ പാണ്ഡ്യയ്ക്ക് നല്ലൊരു സീസൺ കിട്ടിയതുകൊണ്ടായിരുന്നു കഴിഞ്ഞ വർഷം RCBയുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് എക്സ്പോസ് ആകാതെ പോയത്. കാരണം സുയാ ശർമ്മ 55 ആവറേജിലായിരുന്നു പന്തെറിഞ്ഞുകൊണ്ടിരുന്നത്. ടീമിലെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ എന്ന നിലയിൽ ബിലോ ആവറേജ് മാത്രമാണ് ഈ പെർഫോമൻസ്. സോ കൃണാൽ പാണ്ഡ്യയ്ക്ക് ഒരു ആവറേജ് സീസണാണ് വരുന്നതെങ്കിൽ മിഡിൽ ഓവേഴ്സിൽ ടീം സ്ട്രഗിൾ ചെയ്തേക്കും. ഇതല്ലാതെ വേറെ പോരായ്മയൊന്നും ടീമിലില്ല. സോൾട്ട്, ഡേവിഡ് താരങ്ങളൊക്കെ IPL റിതം പിക്ക് ചെയ്യാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ T20 വേൾഡ് കപ്പിൽ അവരുടെ ഫോം ഒരു പ്രശ്നമായേക്കില്ല.